ഹായ്, നല്ലൊരു ദിവസം തരുന്നു. നിങ്ങൾ ഈ കാണുന്ന ബിസിനസ്സുകൾ, ഈ കാറ്റഗറീസ് ഓഫ് ബിസിനസ്സുകൾ പെട്ടതാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അല്ലാത്തവർക്കും കാണാം. ട്രെയിനേഴ്സ്, കോച്ചസ്, കൺസൾട്ടന്റ്, ഇ കൊമേഴ്സ് ബിസിനസ്, D2C ബ്രാൻഡുകൾ, സർവീസ് ബിസിനസ്സുകൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൺസൾട്ടൻസീസ്, അതുപോലെ എഡ്ടെക് ബ്രാൻഡുകൾ, അഡ്വർടൈസ്മെന്റ്, ഇവന്റ്സ്, സോളാർ, ഇന്റീരിയർ കമ്പനികൾ, MSME മാനുഫാക്ചേഴ്സ്, ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ്സുകൾ, ഹെൽത്ത് കെയർ ബ്രാൻഡുകൾ, മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട് ടീമുകൾ, പ്രീമിയം ഓട്ടോമൊബൈൽ, ജ്വല്ലറി ബ്രാൻഡുകൾ. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ നോർമലായിട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ അതിന് പകരം ചെയ്യേണ്ടത് ഈ ഒരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ്. കാരണം നിങ്ങൾക്ക് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂടുതലായിരിക്കും. ഇനി അല്ല എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലീഡ്സിനെ മാനേജ് ചെയ്യാനും അതിനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എൻ്റെ പേര് ഷാഫി. ഞാനൊരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടും കൺസൾട്ടൻറ്റും കോച്ചുമാണ്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ നിരവധി കസ്റ്റമേഴ്സിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ടെസ്റ്റിമോണിയൽസും അതിൻ്റെ എല്ലാം പ്രൂഫുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഓരോ സമയം, വർക്കിംഗ് സമയം ഒരു 24 hours മാറ്റാനും, അതുപോലെ ലീഡ് റെസ്പോൺസ് ടൈം ഒരു 2 minutes മാറ്റാനും എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ സെയിൽസിലും പ്രോഫിറ്റിലും എല്ലാം നല്ല മാറ്റം ഉണ്ടാക്കാനൊക്കെ പറ്റി. അപ്പോൾ കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജിങ് പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ വാട്സപ്പ് പോലെയുള്ള മെസ്സേജിങ് പ്ലാറ്റ്ഫോംസിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടാതെ വീഡിയോസ്, അങ്ങനത്തെ വോയിസ്. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, AI-യും വാട്സപ്പും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടും പറ്റുന്നതാണ്. ഈ കാറ്റഗറീസ് ഓഫ് ബിസിനസ്സുകൾ, ഇതുപോലുള്ള കാറ്റഗറീസിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് അല്ല, ലാൻഡിംഗ് പേജ് അല്ല, ലീഡ് ഫോംസ് അല്ല. ഏറ്റവും ബെസ്റ്റ് പറഞ്ഞത് വാട്സപ്പ് കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് ആണ്. വാട്സപ്പിന്റെ പ്രാധാന്യം അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുതൽ വാട്സപ്പ് പുതിയ ഫീച്ചേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, റീസെന്റ് ആയിട്ട് ഗൂഗിളും അതുപോലെ വാട്സപ്പ് കൂടി തമ്മിലുള്ള ഒരു കൊളാബറേഷൻ. അപ്പൊ ഇങ്ങനെ പല പല അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ റെലവെന്റ് ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ടുകൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിന് ജസ്റ്റ് ഒന്ന് ലിവറേജ് ചെയ്താൽ മതി. കുറെ മാറ്റങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കൊടുക്കുക, അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ AI വരുന്നു, കുറെ കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമായ രൂപത്തിൽ സിമ്പിളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്ക് നമ്മുടെ കുറെ ജോലി ഭാരം കുറക്കാം, സമയം ലാഭിക്കാം, എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം കൂട്ടാനെല്ലാം ഉപയോഗപ്പെടുത്താം. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം കുറിച്ച് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ വീഡിയോസിലൂടെയും അതുപോലെ വെബിനാറുകളിലൂടെയും ഒക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് വെബിനാറിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ നമ്പറുകൾ ഉണ്ടാവും, അതിൽ കണക്ട് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് 1-to-1 ഇപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആണ് വേണ്ടത്, തീർച്ചയായിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഈ വിവിധ സർവീസ് എല്ലാം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം, ഇത് എങ്ങനെയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താം, ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയൊക്കെ ഇത് ചെയ്യാം എന്നതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വെബിനാർ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 1-to-1 കൺസൾട്ടേഷൻ എടുക്കാം. അപ്പോൾ താഴെ നമ്പറുകളുണ്ട്, അതിൽ കണക്ട് ചെയ്യാം. വാട്സപ്പാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ മേഖലയിലും ഡോമിനേറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്കൊരു വേറൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടതൊന്നും ആവശ്യമില്ല. എല്ലാ ആളുകളുടെയും ഫോണിൽ ഈ ഒരു സംഭവം ഉണ്ട്. അതിനെ നമുക്ക് ആവശ്യമായ രൂപത്തിൽ കണക്ട് ചെയ്യുക, അതിനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് താഴെയുള്ള നമ്പറുകൾ കണക്ട് ചെയ്യാം. എന്താവശ്യമാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിൽ കുറേ ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. പുതുതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.